കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. Come on. എല്ലാവരും കരങ്ങളടിച്ചോണ്ട് one more time എല്ലാവരും കരം. സ്തുതിക്കു യോഗ്യനാം യേശുനാഥ, വരുന്നു ഞാനെന്നും നിൻ സന്നിധി. പൂർണ്ണമായി എന്നെ ഞാൻ നൽകിയിടുന്നു, പകരുക ശക്തി എന്നിൽ നാഥ. യേശുവേ നീ മാത്രമെന്നെന്നും ആരാധന, നിനക്കു തുല്യനായി ആരുമില്ല. സ്വർഗത്തിലും എന്നു ഭൂമിയിലും നിനക്കു തുല്യനായി ആരുമില്ല. കൃപയുടെ ആധിക്യത്താലെ എന്ന് നടത്തിയിടുന്ന എന്റെ യേശുനാഥ, കൃപയുടെ ആധിക്യത്താലെ എന്ന് നടത്തിയിടുന്ന എന്റെ യേശുനാഥ. പത്മോസിൻ മധ്യേ ഞാൻ ഏകനായാലും തീച്ചുളയിൽ മധ്യയായിരിക്കും. പത്മോസിൻ ദ്വീപിൽ ഞാൻ ഏകനായാലും തീച്ചുളയിൽ മധ്യയായിരിക്കും. കൂട്ടിനായി വന്നിടും, കൂടെ നടന്നിടും, മാവോട് ചേർന്നെ അടച്ചിടും. കൂട്ടിനായി വന്നിടും, കൂടെ നടന്നിടും, മാവോടും ചേർത്ത്. യേശുവേ നീ നാഥ, യേശുവേ നീ മാത്രമെന്നെന്നും ആരാധന, നിനക്കു തുല്യനായി ആരുമില്ല. സ്വർഗത്തിലും എന്നും ഭൂമിയിലും എന്നും നിനക്കു തുല്യനായി ആരുമില്ല. കൃപയുടെ ആധിക്യത്താലെ എന്ന് നടത്തിയിടുന്ന എന്റെ യേശുനാഥ, കൃപയുടെ ആധിക്യത്താലെ എന്ന് നടത്തിയിടുന്ന എന്റെ യേശുനാഥ. നിൻ സ്നേഹത്തിന്റെ ആഴമെത്രയും വർണ്ണിച്ചിടാൻ എനിക്കാകുന്നില്ല. നിൻ സ്നേഹത്തിന്റെ ആഴമെത്രയും വർണ്ണിച്ചിടാൻ എനിക്കാകുന്നില്ല. നടത്തിയ നിന്റെ വഴികളോട്ടെന്നാൽ എങ്ങനെ ഞാൻ നിന്നെ മറന്നിടും. നടത്തിയ നിന്റെ വഴികളോട്ടെന്നാൽ എങ്ങനെ ഞാൻ നിന്നെ മറന്നിടും. യേശുവേ നീ മാത്രമെന്നെന്നും ആരാധന, നിനക്കു തുല്യനായി ആരുമില്ല. സ്വർഗത്തിലും എന്നും ഭൂമിയിലും എന്നും നിനക്കു തുല്യനായി ആരുമില്ല. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് പ്രഭാതത്തിൽ ലോകമെങ്ങും ലക്ഷക്കണക്കിന് പേര് നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമായി നമ്മൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. അങ്കുബ്രദറിൻ്റെ നേതൃത്വത്തിൽ ഇവിടുന്ന് വലിയൊരു ടീമാണ് വാർത്തയിൽ പോയി ശുശ്രൂഷിച്ചത്. നോർത്ത് ഇന്ത്യയിലെ ആ ശുശ്രൂഷ മറക്കാൻ കഴിയാത്ത അനുഭവമായി. ഇവിടുന്ന് 70 പേരുള്ള ഒരു ടീം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സഹോദരങ്ങൾ പോയി. അതുപോലെ ബിജു ബ്രദറിൻ്റെ നേതൃത്വത്തിൽ ഹെവൻലി ഫീസ്റ്റിൻ്റെ ഒരു ശുശ്രൂഷ ഛത്തീസ്ഗഡിൽ നടക്കുന്നുണ്ട്. അവിടെ 10-20ഓളം ശുശ്രൂഷകർ, അങ്ങനെ 70 പേരോളം ഒന്നിച്ച് അവിടെ നിന്നപ്പോൾ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നിറഞ്ഞ ഒരു മീറ്റിംഗാണ് വാർത്തയിൽ നടന്നത്. ഇന്നത്തെ സന്ദേശം, തങ്കുബ്രദറിൻ്റെ സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ വിഷയം ഏതുമായിക്കൊള്ളട്ടെ, നമ്മുടെ സ്വഭാവമോ നമ്മുടെ കുറവോ നന്മയോ ഒന്നും നോക്കാതെ കർത്താവ് നമ്മളെ സൗഖ്യമാക്കും. കർത്താവ് ഒരു രോഗിയോട് നീ ആദ്യം പോയി നന്നായിച്ചു എന്നിട്ട് സൗഖ്യമാക്കാമെന്ന് പറഞ്ഞില്ല. പക്ഷേ അർഹതയില്ലാത്ത ഒരു സൗഖ്യമായി കഴിഞ്ഞപ്പോൾ അവരങ്ങ് അറിയാതെ നന്നായിപ്പോയി. ഇന്ന് സ്നേഹത്തിൻ്റെ പ്രദർശനമായി കർത്താവ് വലിയ വിടുതലുകൾ തരാൻ പോവുക. നമുക്ക് ദൈവിക സന്ദേശത്തിലേക്ക്
വാർത്തയിൽ നടന്ന മീറ്റിങ്ങിലേക്ക് കടക്കാം. No, never alone. No, never alone. His promise never to leave me, never to leave me alone. I have understood Jesus as I walked with him for the last so many years. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് യേശുവിനോട് കൂടെ നടന്നതിൽ നിന്ന് എനിക്ക് യേശുവിനെ നന്നായി മനസ്സിലായി. That he has no hatred in him. He is not someone to punish you for every mistake. അവൻ്റെ ഉള്ളിൽ അല്പം പോലും പകയില്ല. ആരുടെയെങ്കിലും കുറ്റം കണ്ട് ശിക്ഷിപ്പാനല്ല യേശു നിൽക്കുന്നത്. He wants to look at an opportunity to bless you. നിങ്ങളെ അനുഗ്രഹിപ്പാൻ ഒരു അവസരം നോക്കി നടക്കുന്നവനത്രേ. It is our human mind. We think like God is like man. ദൈവം മനുഷ്യനെ പോലെ എന്നുള്ള ഒരു ചിന്താഗതി അത് നമ്മുടെ മാനുഷിക മനസ്സിലുള്ളതാ. God is not man. He is God and he loves you because we are his own creation. ദൈവം മനുഷ്യനല്ല, ദൈവം തന്നെയാണ്. അവൻ തൻ്റെ സ്വന്തം സൃഷ്ടിയായ മനുഷ്യനെ നന്നായി സ്നേഹിക്കുന്നു. And being his own creation, I want to tell you, we are very, very valuable for him. ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം എല്ലാവരും ദൈവത്തെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടവരത്രേ. Many times we are trying to please God by our own works, but let me tell you, we cannot please God with our works. പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമ്മൾ നോക്കുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനേ കഴിയില്ല. The Bible says in 2 Peter chapter 1 and verse 2, grace and peace is multiplied according to the knowledge of God and his son Jesus Christ. 2 പത്രോസ് 1-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. Grace and peace is multiplied. കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. When we understand or the knowledge of God and his son Jesus Christ. അതുപോലെ നമ്മൾ അത് തിരിച്ചറിയുമ്പോൾ പിതാവായ ദൈവത്തെയും തന്റെ പുത്രനായ യേശുവിനെയും മനസ്സിലാക്കുന്നു. If we don't understand God, if we don't understand Jesus, we can be believers all our life without having peace. ദൈവത്തെയും യേശുക്രിസ്തുവിനെയും നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് വിശ്വാസികളായിട്ട് ജീവിക്കാം, പക്ഷേ നമുക്ക് സമാധാനം ഉണ്ടാവുകയില്ല. In my whole life, I have seen lot of money, I have seen lot of fame, but that was not what when I came to Jesus, I received peace that surpasses all understanding. എൻ്റെ ജീവിതകാലം മുഴുവൻ നോക്കിയാൽ ഞാൻ ഒരുപാട് പണം കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രശസ്തി അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ യേശുവിനെ അറിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടായത്. There is no one who can give you peace. There is no one can give you joy. There is no one who can give you rest except Jesus Christ and faith in him. സമാധാനമോ സന്തോഷമോ സ്വസ്ഥതയോ തരുവാൻ യേശുക്രിസ്തുവിനെ കൂടാതെ വേറെ ആർക്കും കഴിയുകയില്ല. The world can give us happiness but not joy. ലോകത്തിന് നമുക്ക് സന്തോഷം നൽകുവാൻ കഴിയുമായിരിക്കാം, പക്ഷെ ആഹ്ലാദം നൽകുവാൻ കഴിയുകയില്ല. Oh, when the love of God we understand, we get peace, we get joy so much that we cannot even understand. Words cannot say. ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് സമാധാനമോ സന്തോഷമോ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ കഴിയാത്ത സ്വസ്ഥതയോ നമുക്ക് ലഭിക്കുവാൻ ഇടയില്ല. Before Jesus came, no one understood God. യേശു വരുന്നതിന് മുമ്പ് ആർക്കും ദൈവത്തെ മനസ്സിലായില്ല. Everyone thought that God is a cruel God. എല്ലാവരും വിചാരിച്ചു ദൈവം ഒരു ക്രൂരനായ ദൈവമെന്ന്. They thought that God is a God who makes you and me do things. നമ്മെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്ന ക്രൂരനായ ഒരു വ്യക്തിയാണ് ദൈവമെന്ന് അവർ വിചാരിച്ചു. When you look at the word, the Bible says, God said, I don't want sacrifice. I am not hungry. If I am hungry, all the animals in the forest belong to me. ദൈവം
ഇങ്ങനെ പറഞ്ഞു, വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ യാഗങ്ങളിൽ പ്രസാദിക്കുന്നവനല്ല, എനിക്ക് വിശക്കുന്ന ഒരു ദൈവമല്ല, എനിക്ക് വിശക്കുന്നുവെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ മൃഗങ്ങളും എൻ്റേതല്ലേ. God does not want anything from us, നമ്മിൽ നിന്ന് യാതൊന്നും ആഗ്രഹിക്കുന്നില്ല but ദൈവം. he longs for your love and my love. എന്നാൽ അവൻ വാഞ്ചിക്കുന്നത് നിങ്ങളുടെയും എൻ്റെയും സ്നേഹത്തിനു വേണ്ടി അത്രേ. I love a word in the Bible which says, thanks to be the Father who called us into a fellowship with through his Son Jesus Christ. തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രമെന്ന ആ വചനം എനിക്ക് വളരെ ഇഷ്ടമുള്ള വചനം അത്രേ. 1 Corinthians chapter 1 and verse 9, the Bible says, 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, God is faithful, by whom we are called into fellowship of his Son Jesus Christ our Lord. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. Called us into a fellowship. നമ്മെ ഒരു കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നു. Just imagine, ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, God wants to have fellowship with you and me. സർവശക്തനായ ദൈവം നിങ്ങളോടും എന്നോടും കൂട്ടായ്മ ആചരിക്കുക. Fellowship. കൂട്ടായ്മ What is fellowship? എന്താകുന്നു ഈ കൂട്ടായ്മ? Eating together, sitting together, enjoying companionship. ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് ഭക്ഷിക്കുക, കൂട്ട ആസ്വദിക്കുക. God ദൈവം, സർവശക്തനായ wants ദൈവം fellowship with you, നിങ്ങളുമായിട്ട് കൂട്ടായ്മ ആഗ്രഹിക്കുന്നു. wants to sit with you, നിങ്ങളോട് ചേർന്നിരിപ്പാൻ ആഗ്രഹിക്കുന്നു, talk with you. സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. We thought that God is a God who is ready to punish. Sorry. നാം വിചാരിച്ചു ദൈവം നമ്മെ ശിക്ഷിക്കാൻ താല്പര്യമുള്ളൊരു ദൈവമെന്ന്. അല്ലേ അല്ല. No. He wants fellowship with you and me. അല്ലേ അല്ല, നിങ്ങളുമായിട്ടൊരു കൂട്ടായ്മയ്ക്കായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God, the Creator. സൃഷ്ടാവായ ദൈവം. The Bible says വേദപുസ്തകം പറയുന്നു, that even before the foundation of the world, you and I existed. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിങ്ങളും നമ്മളും അവിടെ ഉണ്ടായിരുന്നു. We had fellowship with the Father. നമുക്ക് ആ പിതാവുമായിട്ടൊരു നല്ല കൂട്ടായ്മ But ഉണ്ടായിരുന്നു. when time came, you and me were sent to this earth. എന്നാൽ കാലത്തിന്റെ തികവിൽ നിങ്ങളും ഞാനും ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. Just imagine God, the Creator, who is the Alpha, the Omega, the beginning and the end, the all-powerful God wants fellowship with you and me. ഒന്ന് ചിന്തിച്ചാട്ടെ, സർവശക്തനായ ദൈവം, ആൽഫയും ഒമേഗയുമായവൻ, ആരംഭവും അവസാനവുമായവൻ, സർവശക്തനായ ദൈവം നമ്മോട് കൂട്ടായ്മ ആചരിക്കുന്നു. Oh, we cannot understand with our little brain. നമ്മുടെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് നമുക്ക് അതിനെ മനസ്സിലാക്കുവാൻ 1 കഴിയുകയില്ല. Timothy chapter 3 verse 16, the Bible says our human mind cannot conceive. 1 തിമോത്തി 3-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നമ്മുടെ മാനുഷിക ബുദ്ധി ഇതിനെ ഉൾക്കൊള്ളുവാൻ കഴിവില്ല. Oh, God putting on flesh cannot understand. ദൈവം ജഡത്തിൽ വെളിപ്പെടുകയോ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. The Bible says this is the great mystery. ദൈവ വചനം പറയുന്നു, ഇതാകുന്നു ഏറ്റവും വലിയ മർമ്മം. Why is such meetings kept? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ അത് സൂക്ഷിക്കുന്നത്? This is God calling you to a fellowship. God is not calling you to become a religious person. ദൈവം നിങ്ങളെ വിളിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്കാ, അല്ലാതെ ഒരു മത ഭക്തനാകുവാൻ വേണ്ടിയല്ല. To tell you I love you. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ദൈവം നിന്നോട് പറയുവാൻ Oh, ആഗ്രഹിക്കുന്നു. God cannot have a religion. ദൈവത്തിനൊരു മതമില്ലല്ലോ. God is God, the Creator. ദൈവം ദൈവമാ, സൃഷ്ടാവായ ദൈവം. But He wants to talk with you. He wants to love you. He wants to sit with you. നിങ്ങളോട് സ്നേഹിപ്പാൻ, നിങ്ങളോട് ചേർന്നിരിപ്പാൻ, നിങ്ങളുമായിട്ട് സംസാരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. And I read that word again and again. God called me not to become Christian but to have fellowship with me. ആ വാക്യം വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ദൈവം എന്നെ ക്രിസ്ത്യാനിയാകുവാനല്ല, അവനുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് അത്ര ക്ഷണിച്ചത്. Invitation is for the whole world. ഈ ക്ഷണം മുഴുവൻ ലോകത്തിനും വേണ്ടിയുള്ളത് And അത്രേ. to have fellowship with Him. അവനുമായി കൂട്ടായ്മയ്ക്ക് വേണ്ടി.
It is through Jesus Christ. Why? Because God is unapproachable, living in glory. ഇത് ക്രിസ്തുയേശുവിലൂടെയാ. എന്തുകൊണ്ടാ? ദൈവം തേജസ്സിൽ ജീവിക്കുന്നത് കൊണ്ട് അവന്റെ അരികിൽ കടന്നു ചെല്ലുവാൻ കഴിയില്ല. God loved everybody. ദൈവം എല്ലാവരെയും സ്നേഹിച്ചു. The Bible says വേദപുസ്തകം He പറയുന്നു, sent His word and healed them. അവൻ തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. The Bible says in the beginning was the Word. The Word was with God and the Word was God. വചനം പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം The ദൈവമായിരുന്നു. Word became flesh and dwelt among us. വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. His name was Jesus. അവന്റെ പേരത്രേ യേശു. He came to this world and showed the world love that was true love. അവൻ ലോകത്തിലേക്ക് വന്ന് ലോകത്തിന് സ്നേഹം എന്താണെന്ന്, സത്യസ്നേഹം എന്താണെന്ന് കാട്ടിക്കൊടുത്തു. Earlier, people wanted commandments. They said, give us commandments. We will obey and please God. മുൻകാലങ്ങളിൽ മനുഷ്യർക്ക് കൽപ്പനകൾ വേണമായിരുന്നു. കൽപ്പന തന്നാട്ടെ, ഞങ്ങൾ ദൈവത്തെ അനുസരിക്കാമെന്ന് അവർ പറഞ്ഞു. We cannot obey the commandment of God. നമുക്ക് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാനുള്ള പ്രാപ്തിയില്ല. In Romans 3:19, the Bible says, God gave the commandment so that the mouth of every mouth will be stopped and everyone will feel guilty before the Lord. റോമാലേഖനം 3:19 പറയുന്നു, ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതുവായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടത് അത്രേ. They could not obey the commandment. കൽപ്പനയെ അനുസരിപ്പാൻ കഴിയായിക. When Jesus came on this earth, യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ those people who could not obey the commandment, they were sick, they were lepers, they were blind. All the curse was upon them. കൽപ്പനയെ അനുസരിപ്പാൻ കഴിയാഞ്ഞ ജനം അവർ രോഗികളായി, അവർ കുഷ്ഠരോഗികളായി, കണ്ണ് കുരുടന്മാരായി, അങ്ങനെ വലിയ പ്രയാസത്തിലായി. Jesus was moved with compassion. യേശു അവരെ കണ്ട് മനസ്സലിഞ്ഞു. Jesus knew the solution. The only solution was give His life into the life of all men. ഈ വിഷയത്തിനുള്ള പ്രതിവിധി യേശുവിന് അറിയാമായിരുന്നു. അതിനുള്ള ഏക പ്രതിവിധി തൻ്റെ ജീവനെ നൽകുക, അവരുടെ ജീവിതത്തിലേക്ക് തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നത്രേ. And through that His life will come into us. അതിലൂടെ അവൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. Jesus said, I have come to give you life and life in abundance. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും വന്നിരിക്കുന്നു. Jesus lived on this earth യേശു ഈ ലോകത്ത് ജീവിച്ചു, as a man. ഒരു മനുഷ്യനായി ജീവിച്ചു. He represented the whole humanity മുഴുവൻ മാനവരാശിയും താൻ പ്രതിനിധീകരിച്ചു. and obeyed every commandment. എല്ലാ കൽപ്പനകളും താൻ അനുസരിക്കുകയും ചെയ്തു. Romans 8 chapter 8 verse 3, the Bible says റോമാലേഖനം 8:3 ഇങ്ങനെ പറയുന്നു, that what man could not do because of the weakness of his flesh, God did it by sending His own son Jesus. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. Every man wants to be good. എല്ലാ മനുഷ്യരും നല്ലവരാകുവാൻ Every ആഗ്രഹിക്കുന്നു. man wants to be good. എല്ലാവരും നല്ലവരാകുവാൻ ആഗ്രഹിക്കുന്നു. There is no man who says, I don't want to be good. ഞാൻ നല്ലവനാകണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആരുമില്ല. But the challenge is how to become good. എങ്ങനെ നല്ലവനാകും, അതത്രേ പ്രശ്നം. Oh, Jesus is not someone who says you become good and I will then come to you. നിങ്ങൾ നന്നാകുക എന്നിട്ട് ഞാൻ നിന്റെ അരികിൽ വരാം എന്ന് പറയുന്ന ഒരാളല്ല യേശു. But the Bible says that while we were still sinners, He died on the cross. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, നമ്മൾ പാപികളായിരിക്കുമ്പോഴും അവൻ നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചു. Oh, on the cross is the manifestation, the openness showing the love of God. ആ ക്രൂശിന്മേലത്രേ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ വലിയ പ്രദർശനം നടന്നത്. He took every sickness upon Himself. അവൻ സകല രോഗങ്ങളെയും തന്റെ മേൽ ഏറ്റെടുത്തു. He took the curse upon His head. സകല ശാപത്തെയും തന്റെ തലമേൽ ഏറ്റെടുത്തു. Oh, look at Jesus. യേശുവിനെ ഒന്ന് Look നോക്കിയാട്ടെ. at the cross ആ ക്രൂശിന്മേലൊന്ന് where നോക്കിയാട്ടെ. Jesus is hanging for all humanity. മുഴുവൻ മാനവരാശിക്കും വേണ്ടി അവനതാ അവിടെ തൂങ്ങിക്കിടക്കുന്നു.
all your sin, all your curse, all your weakness, you can see Jesus on Jesus who is hanging on that cross. നിങ്ങളുടെ സകല ശാപവും നിങ്ങളുടെ സകല പാപവും നിങ്ങളുടെ സകല ബലഹീനതയും ആ യേശുവിൻ്റെ മേൽ തന്നെ തൂങ്ങിക്കിടക്കുന്നതായി നമ്മൾ കാണുന്നു. God himself made a sacrifice for the whole humanity. ദൈവം തന്നെ മുഴുവൻ മാനവരാശിക്കും വേണ്ടി ഒരു യാഗമായി മാറിയിരിക്കുന്നു. Oh, that cross was showing the love of God. അത് ആ ദൈവത്തിന്റെ സ്നേഹത്തെ കാണിച്ചു തരികയായിരുന്നു. Oh, that cross was there hanging as a sign to the humanity that you don't have to do anything. I am doing everything for you. ഇനി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഞാനിതാ സകലതും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തീർത്തു എന്നുള്ളത് ആ ക്രൂശിന്മേൽ തൂങ്ങിക്കിടക്കുന്നതിലൂടെ യേശു നമുക്ക് കാട്ടിത്തന്നു. When John the Baptist saw Jesus, he said, "Behold the Lamb that will take the sin of the whole world." സ്നാപക യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ, കാൺമീനിതാ ലോകത്തിന്റെ മുഴുവൻ പാപത്തെയും ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറഞ്ഞു. Of the whole world. മുഴുവൻ ലോകത്തിന്റെയും പാപം ചുമന്നൊഴിക്കുന്നു. Jesus died on the cross. യേശു ക്രൂശിന്മേൽ മരിച്ചു. The Bible says വേദപുസ്തകം പറയുന്നു, every requirement of the law was fulfilled. ന്യായപ്രമാണത്തെ മുഴുവനായി അവൻ പൂർത്തീകരിച്ചു. Jesus cried out and said, "It is finished." യേശു നിലവിളിച്ചിങ്ങനെ പറഞ്ഞു, സകലതും നിവൃത്തിയായി. Everything that you had to obey, everything that you had to do, Jesus said, "I have finished, done it." നിങ്ങൾ അനുസരിക്കേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത് മുഴുവൻ യേശു പറയുക, ഞാനത് നിവർത്തിച്ചു, അത് തീർത്തിരിക്കുന്നു. That is why Romans Bible says everything that the righteousness of the law will come upon us, righteousness from God will come upon us. It was all finished at the cross. അതുകൊണ്ടായി റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, ആ ന്യായപ്രമാണത്തിന്റെ നീതി, ദൈവത്തിന്റെ നീതി, അത് നമ്മുടെ മേൽ വരുന്നു, അവൻ സകലതും നിവർത്തിയാക്കിയതിലൂടെ. Jesus died. യേശു മരിച്ചു. The Bible says വേദപുസ്തകം പറയുന്നു, that when he died, താൻ മരിച്ചപ്പോൾ it was the end of every sacrifice. എല്ലാ യാഗങ്ങളുടെയും അവസാനമായിരുന്നു അത്. This was a once for all sacrifice. ഇത് ഒരിക്കലായി എന്നേക്കുമായിട്ടുള്ള യാഗമത്രേ. Jesus did not lay on the grave. യേശു കർത്താവ് ആ കല്ലറയിൽ അടങ്ങിക്കിടന്നു. In the third day, മൂന്നാം നാൾ Jesus rose up from the dead. യേശു മരിച്ചവരിൽ നിന്ന് When ഉയർത്തെഴുന്നേറ്റു. he rose up from the dead, അവൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റപ്പോൾ it was not secret. അതൊരു രഹസ്യമായി തീർന്നില്ല. Everyone saw him. സകലരും അവനെ കണ്ടു. It was history. അത് ചരിത്രം It തന്നെയാണ്. is not a secret. അതൊരു രഹസ്യമല്ല. He rose up from the dead. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തു. And he said like this, അവൻ ഇപ്രകാരം പറഞ്ഞു, "Oh, I was dead. ഞാൻ മരിച്ചവനായിരുന്നു, I am alive. ഞാനിപ്പോൾ ഇതാ And I ജീവിച്ചിരിക്കുന്നു. will live forevermore." എന്നേക്കും ജീവിച്ചിരിക്കുന്നു. All humanity, do not be afraid. സകല മാനവരാശിയുമേ ഭയപ്പെടേണ്ട. Anyone who comes to me, എന്റെ അരികിൽ വരുന്ന ഏതൊരുവനും I will not forsake അവനെ them. ഞാൻ കൈവിടുകയില്ല. Hallelujah. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹമാ യേശു ക്രിസ്തു മുഖേന വെളിപ്പെട്ടത്. ആ സ്നേഹമാ രോഗികളെ സൗഖ്യമാക്കിയത്, ബന്ധനസ്ഥരെ വിടുവിച്ചത്, തകർന്നവർക്ക് സമാധാനം കൊടുത്തത്. അതേ ദൈവസ്നേഹം വാർത്തായിൽ നടന്ന മീറ്റിങ്ങിൽ അവിടെ വെളിപ്പെട്ടു. ഇന്നിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും വ്യക്തികളിലും കർത്താവിൻ്റെ അതേ സ്നേഹം ഇതാ കടന്നു വന്നിരിക്കുന്നു. നിങ്ങൾ ഞാനും ആരാണെന്ന് കർത്താവ് നോക്കുന്നില്ല. ജീവിതത്തിൽ തെറ്റുപറ്റിയോ, ദൈവത്തെ വിട്ട് ഓടിപ്പോയോ, കർത്താവിനെ അറിഞ്ഞിട്ട് പിന്മാറ്റത്തിലാണോ, എങ്കിലും കർത്താവ് സ്നേഹിക്കുന്നു. നീ ശരിയായാൽ നിന്നെ വിടുവിക്കാമെന്നല്ല പറഞ്ഞു. നീ ഇന്നായിരിക്കുന്ന അവസ്ഥ കണ്ട് എനിക്ക് മനസ്സലിവുണ്ട്, ഞാൻ നിന്നെ വിടുവിക്കും. ഇപ്പോൾ തന്നെ രോഗപ്രയാസങ്ങളിലിരിക്കുന്നവർ ഇതെന്നെ വിടുവിക്കുന്ന ദൈവത്തിന് ഹിതമാണോ എന്ന് പേടിക്കുകയേ വേണ്ട. ഞാനും ആരായിരുന്നാലും ഇവിടെ വിടുതലാ കർത്താവിൻ്റെ ഇഷ്ടം. 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി. ഒരാളെ യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വന്നുള്ളൂ. കർത്താവ് ബാക്കി 9 പേർക്കും കുഷ്ഠം പിടിക്കട്ടെ എന്ന് പറഞ്ഞില്ല. നോ, പറയില്ല. തന്നെ പിടിക്കാൻ വന്ന പടയാളികൾ ഒരുവൻ്റെ കാത പത്രോസ് വെട്ടിയത്. തനിക്കെതിരെ ആക്രോശിച്ച് ആ പടയാളിയുടെ കാത് താഴെ വീണപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എന്നല്ല കർത്താവ് പറഞ്ഞു. ആ കാതെടുത്ത് വെച്ച് അവനെ സൗഖ്യമാക്കി. സ്നേഹമായി ഇന്ന് സൗഖ്യമാക്കാൻ വിടുവിക്കാൻ പോകുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ കടഭാരത്തിൽ ഇരിക്കുന്നവർ എന്നെ കേൾക്കുന്നു. എല്ലാവരാലും തള്ളപ്പെട്ട അവസ്ഥയിൽ എന്നെ കേൾക്കുന്നവരുണ്ട്. ഡോക്ടർമാരിനി പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ ചില രോഗികൾ എന്നെ കേൾക്കുന്നു. ഈ നിമിഷം കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങളെ തൊടുക. മനു എന്നൊരു പേര് കർത്താവിൻ്റെ ഉള്ളിലിങ്ങനെ കാണിക്കുന്നു. നിങ്ങളായിരിക്കുന്ന അവസ്ഥ ഏതുമാകട്ടെ,
കർത്താവിനോടൊന്ന് പറഞ്ഞ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ പ്രാർത്ഥനാ സമയത്തിൽ എൻ്റെ പേര് വിളിക്കുമോ, എൻ്റെ വിഷയം പറയുമോ, അതും പേടിക്കണ്ട. ഈ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ യേശു എന്നെ ഒന്ന് വന്ന് തൊട്ടിരുന്നെങ്കിൽ എന്ന് കൊണ്ടിരുന്നവരുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ യേശു തൊട്ടാലും തൊട്ടില്ലേലും കൊള്ളാം, ദൈവദാസൻ എൻ്റെ പേര് പറഞ്ഞാലും പറഞ്ഞില്ലേലും കൊള്ളാം, ഞാൻ പോയി തൊട്ട് വിടുതലെടുക്കുമെന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് അതിനൊന്നും കാത്തിരിക്കരുത്. സൗഖ്യം നമ്മുടെ കഥ, അതിപ്പോൾ തന്നെ നമ്മൾ പ്രാപിക്കാൻ പോവുക. യേശു ക്രിസ്തു കാൽവറിയിൽ ഏറ്റ സകല കഷ്ടപ്പാടുകളും നമ്മുടെ വിടുതലിന് നമുക്ക് വിശ്വാസത്താൽ പ്രാപിക്കാം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ചിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേക വ്യക്തികളെ നീ അറിയുന്നല്ലോ. നീ പേർ ചൊല്ലി വിളിച്ചതുണ്ട്, പേർ ചൊല്ലിയില്ലെങ്കിലും കർത്താവെ അങ്ങയുടെ കരം അവിടെ ഉണ്ടല്ലോ. ക്യാൻസർ രോഗികളായി, ക്ഷയരോഗികളായി, മറ്റ് പല പ്രശ്നങ്ങളാൽ വലഞ്ഞവർ എന്നെ കേൾക്കുമ്പോൾ കർത്താവെ അവിടുത്തെ അത്ഭുത കരം അവിടെ നീട്ടപ്പെട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവിടുത്തെ വചനം പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. കർത്താവെ, വിശ്വാസത്താൽ അടിയൻ ഈ മക്കളുടെ മേൽ കരം വെക്കുക. അവർ തന്നെ അവരുടെ കരം വെച്ചിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, ഹാർട്ട് പ്രോബ്ലം വിട്ടുമാറട്ടെ, അതിവേദനകൾ സൗഖ്യമാകട്ടെ, അസാമ്പത്തികമായ കോടികളുടെ കടഭാരം അഴിഞ്ഞു മാറട്ടെ, പുതിയ വഴികളും വാതിലുകളും തുറക്കട്ടെ. മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഉറക്കമില്ലാത്തവർ, കുടുംബജീവിതത്തിലെ തകർച്ചയിൽ കേൾക്കുന്നവർ, എല്ലാവരെയും കർത്താവ് വിടുവിക്കണമേ. അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ കരം നീട്ടി വിടുവിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അത്ഭുതകരമായ വിടുതൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഈ നമ്പറിൽ കൗൺസിൽ ചെയ്യാൻ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഈ നമ്പറിൽ ശുശ്രൂഷകർ റെഡിയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം, ആമേൻ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കോഴഞ്ചേരിക്ക് സമീപം ചെറുകോലിൽ ഓഗസ്റ്റ് 21 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10-ന്. നോയൽ ഓഡിറ്റോറിയം, ചെറുകോൽ. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ചെങ്ങന്നൂരിൽ ഓഗസ്റ്റ് 22 ശനി രാവിലെ 10-ന്. ഗിരിദീപം ഓഡിറ്റോറിയം, ക്രിസ്ത്യൻ കോളേജിന് സമീപം, MC റോഡ്, ചെങ്ങന്നൂർ. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. വരിക, യേശുക്രിസ്തു താങ്കളെ സ്വതന്ത്രനാക്കും. प्रेम की परिभाषा को प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति।